വൈപ്പിനിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികാരികൾ പല പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും അവയെല്ലാം പാഴായി. ജനങ്ങൾക്കിപ്പോഴും കുടിവെള്ളം കിട്ടാക്കനി തന്നെ. 96-ൽ 17 ദിവസം നീണ്ടുനിന്ന പട്ടിണി സമരത്തെ തുടർന്നാണ് ആദ്യ പദ്ധതി വന്നത്, വൈപ്പിൻകര പദ്ധതി എന്ന പേരിൽ. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി തീരാൻ 11 വർഷമെടുത്തു. പക്ഷേ അപ്പോഴേക്കും പിന്നെയും ജലക്ഷാമം രൂക്ഷമായി. നാട്ടുകാർ വീണ്ടും സമരം ആരംഭിച്ചു. തുടർന്ന് ജിഡ നവീകരണം എന്ന പേരിൽ മറ്റൊരു പദ്ധതി വന്നു. 2009-ൽ പ്രാഥമിക പണികൾ ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ വൈപ്പിനിലെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളമെത്തിക്കാനായി ചൊവ്വര പദ്ധതിയും ആവിഷ്കരിച്ചു. പക്ഷേ ജനത്തിനിപ്പോഴും കുടിക്കാൻ വെള്ളമില്ല. വെള്ളത്തിൻ്റെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ്. അത് വണ്ടി തന്നെ നേരത്തെ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് പിടിച്ചു വെക്കാനായി എടുത്തുകൊണ്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റുമോ? ചിലപ്പോൾ പണിയൊക്കെ ഒഴിച്ച് ആൾക്കാർ ഇവിടെ നിൽക്കും. പണിക്ക് പോകേണ്ട വെള്ളം തന്നെ ഇല്ല എന്നും പറഞ്ഞുണ്ട്. വൈപ്പിനിലെ ചില പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളം ആഴ്ചയിൽ 3 തവണ വരും. മറ്റിടങ്ങളിലാകട്ടെ ആഴ്ചയിലൊരിക്കലെത്തുന്ന ടാങ്കർ ലോറികളിലെ വെള്ളമാണ് ശരണം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ശാശ്വതമായ മാർഗങ്ങളാണ് വേണ്ടതെന്നാണ് വൈപ്പിൻകര നിവാസികളുടെ അപേക്ഷ. ക്യാമറാമാൻ സ്റ്റാലിനൊപ്പം JK അൻസാർ, മീഡിയ 1, കൊച്ചി.